എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയും നല്ല വൊളാറ്റിലിറ്റി തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം കണ്ടത്. പക്ഷേ അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത് റെക്കോർഡ് ഹൈയിലാണ്. ഡൗ ജോൺസ് അതുപോലെ തന്നെ S&P ഒക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. നാസ്ഡാക്ക് റെക്കോർഡ് ഹൈന് അടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.59 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. NVIDIA Q3 റിസൾട്ടിന് ശേഷം കുറച്ച് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.39 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോളജി ഷെയറുകളെല്ലാം തന്നെ അമേരിക്കയിൽ റിക്കവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആഴ്ചയിൽ അമേരിക്കയിൽ മാനുഫാക്ചറിങ് ഡാറ്റയൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു മാർക്കറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നല്ല വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കണ്ടിരുന്നു. പക്ഷേ പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് മാർക്കറ്റുകളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ. നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ബ്രണ്ട് ക്രൂഡ് ഓയിൽ മാത്രമാണ് താഴെ ട്രേഡ് ചെയ്യുന്നത് വീക്ക് ടു വീക്ക്. ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. $2,660 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ റിക്കവറി കാണിച്ച ഒരു മെറ്റൽ എന്ന് പറയുന്നത് സിങ്ക് ആണ്. അതോടൊപ്പം തന്നെ കോപ്പർ, സിൽവർ ഒക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണ്, അലുമിനിയം ഒക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ Q2 GDP അനൗൺസ് ചെയ്തിരുന്നു. എക്സ്പെക്ട് ചെയ്തേക്കാളും വളരെ താഴെയാണ്. 5.4% എക്സ്പെക്ട് ചെയ്തിരുന്നത്. 6.7% ആയിരുന്നു. പലവിധ കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സും കുറവാണ് ഈ കാലയളവിലൊക്കെ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും GDPയിൽ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ കോർ സെക്ടർ ഗ്രോത്ത് ഒക്ടോബർ മാസത്തെ അനൗൺസ് ചെയ്തിരുന്നു. 3.1% ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വൊളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിലൊക്കെ പ്രതീക്ഷിക്കാം. Q2 GDP വളരെ താഴെയായതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഒരു പക്ഷേ മാർക്കറ്റിലൊരു നീജർക്ക് റിയാക്ഷനൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പുതിയ ത്രെട്ട്, ട്രംപിൻ്റെ പുതിയ ത്രെട്ട് ബ്രിക്സ് നേഷൻസ് ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബ്രിക്സ് നേഷൻസിൻ്റെ എക്സ്പോർട്ടിന്മേൽ 100% ഡ്യൂട്ടി ആഡ് ചെയ്യുന്നുള്ള ഒരു ത്രെട്ടാണ് ശനിയാഴ്ച ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഗ്ലോബലി വലിയ രീതിയിലുള്ള ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ട്രംപിൻ്റെ നീക്കങ്ങളൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ത്രെട്ടൊക്കെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളതിൻ്റെ കാര്യത്തിനനുസരിച്ചിരിക്കും മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ. എന്നിരുന്നാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ബ്രിക്സ് കൺട്രികൾ 9 രാജ്യങ്ങളുണ്ട് ബ്രിക്സിൽ. ഇപ്പോൾ ബ്രിക്സ് കൺട്രികളുടെ റെസ്പോൺസിനനുസരിച്ചായിരിക്കാം മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ കാണാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അഡാനി ഗ്രൂപ്പ് ന്യൂസ് ഫ്ലോസ് ആണ്. ഗൗതം അഡാനി പറഞ്ഞിരിക്കുന്നത് ഓരോ ഇഷ്യൂസും അവരെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടാണ് അഡാനി ഗ്രൂപ്പിന് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ലോങ് റണ്ണിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അഡാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾക്ക് നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ മാർക്കറ്റിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിക്കർ കമ്പനികൾ പ്രത്യേകിച്ച് റാഡിക്കോ, കെയ്ത്താൻ അതുപോലെ തന്നെ പിക്കാഡിലി, അഗ്രോ ഒക്കെ ഗ്ലോബലി വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സിംഗിൾ മാൾട്ട് വിസ്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് നമ്മുടെ ലിക്കർ കമ്പനികളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ നമ്മുടെ ലിക്കർ കമ്പനികൾക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം നൽകാനാണ് ചാൻസസ് കൂടുതൽ. പൊതുവെ പിക്കാഡിലി, അഗ്രോ അതുപോലെ തന്നെ റാഡിക്കോ, കെയ്ത്താൻ ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ.
അതോടൊപ്പം തന്നെ നമ്മൾ GST കൗൺസിലിൻ്റെ ഒരു ഡിസിഷൻ വരാൻ പോകുന്നത് ഹെൽത്ത് കെയർ പ്രീമിയം പോളിസി പ്രീമിയത്തുമേ 5 ലക്ഷം വരെയുള്ള പ്രീമിയത്തിന് GST എക്സംപ്റ്റ് ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ ഇൻഷുറൻസ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചത് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ LICയും ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കടക്കുകയാണ്. LICനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. സെയിലും ജോൺ കോക്കറിലായിട്ടൊരു ടൈപ്പ് വന്നിട്ടുണ്ട്. കട്ടിംഗ് എഡ്ജ് സ്റ്റീൽ മേക്കിംഗ് ടെക്നോളജിക്കാണ് ജോൺ കോക്കറിൽ ഇതിൽ വളരെ ഫേമസ് ആണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നൽകുന്ന ഒരു MNC കമ്പനിയും കൂടിയാണ്. അപ്പോൾ ജോൺ കോക്കറിനെ സംബന്ധിച്ച് ന്യൂസൊക്കെ വളരെ പോസിറ്റീവാണ്. KPI ഗ്രീൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൻ്റെ 300 മെഗാവാട്ട് സോളാർ പവർ ഓർഡറും കൂടി കിട്ടിയിരിക്കുകയാണ്. കോൾ ഇന്ത്യയിൽ നിന്നാണ്. ഇതും ഈ സോളാർ റിലേറ്റഡ് രംഗത്തുള്ള KPIനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ SME സെഗ്മെൻറ്റിൽ അപ്പെക്സ് എക്കോടെക്സ് IPO നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 457.07 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഈ കമ്പനിയും ലിസ്റ്റിങ്ങിൽ നല്ല രീതിയിലുള്ള ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഒപ്പം ടിറ്റഗ്ര റെയിൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ടിറ്റഗ്ര റെയിൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ ഡിമർജർ പ്ലാനുകൾ അനൗൺസ് ചെയ്തിരുന്നു. 1:3 ആണ് റേഷ്യോ. ഇൻഫ്ര റെയിൽ അതുപോലെ തന്നെ ഗ്രീൻ എനർജി സെഗ്മെൻ്റൊക്കെ ബൽഗാരിയ എഞ്ചിനീയറിംഗ് ഉദ്യോഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് മാറ്റിയാണ്. അതോടൊപ്പം തന്നെ ബൽഗാരിയ ലിസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഈ ഡിമർജർ ഒരു വാല്യൂ അൺലോക്കിംഗ് ആണ്. ടിറ്റഗ്ര റെയിൽവേ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വരുന്ന ന്യൂസ്. ചൈനയാണ് ഇപ്പോൾ ലോകത്തിലത്തെ ഏറ്റവും വലിയ ഗോൾഡ് പ്രൊഡ്യൂസർ. ചൈനയിൽ നിന്ന് വരുന്ന ന്യൂസ് വളരെ പോസിറ്റീവാണ്. 1000 ടണ്ണിൻ്റെ പുതിയ ഗോൾഡ് റിസർവ് ചൈനയിൽ കണ്ടെത്തിയിരിക്കുന്നതാണ് പറയുന്നത്. 2000 മീറ്റർ താഴ്ത്തി കഴിഞ്ഞാൽ 300 ടണ്ണും 3000 മീറ്റർ താഴ്ത്തി കഴിഞ്ഞാൽ അഡീഷണൽ 700 ടണ്ണുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിസർവ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സൗത്ത് ആഫ്രിക്കയിലത്തെ ഡീപ്പ് മൈനാണ് 930 ടണ്ണാണ് റിസർവ്. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ചൈനീസ് ഗോൾഡ് റിസർവ് വലിയ രീതിയിലുള്ള ന്യൂസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ചൈനയെ സംബന്ധിച്ച്. ഇപ്പോൾ തന്നെ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും ചൈനയാണ്. ഈ ന്യൂസ് ചൈനയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗ്ലോബൽ റിസർവിലേക്ക് 1000 ടണ്ണും കൂടി ആഡ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഗോൾഡിൽ അതിൻ്റേതായ വോളാറ്റിലിറ്റികളൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ പൊതുവെ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അമേരിക്കൻ പ്രസിഡന്റ് ത്രെട്ട് തന്നെയാണ് മാർക്കറ്റിൽ ഒരു പക്ഷേ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഏണിംഗ് റേഷ്യോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഒക്കെ 22.5 ആണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. ഇപ്പോഴത്തെ 5 ഇയർ ആവറേജ് നോക്കുകയാണെങ്കിൽ 24.49 ആണ്. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ പ്രീമിയം നോക്കുകയാണെങ്കിൽ വളരെ സ്ലൈറ്റ് പ്രീമിയമേ ഉള്ളൂ 5 ഇയർ ആവറേജ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ. ഇപ്പോൾ ഫർദർ വലിയ രീതിയിലുള്ള ഡൗൺവേർഡ് സെല്ലിംഗ് പ്രഷറൊന്നും മാർക്കറ്റിൽ ഡൊമസ്റ്റിക്കലി കാണാനുള്ള സാധ്യതകളില്ല. അതോടൊപ്പം തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഈ വാല്യുവേഷൻ കംഫർട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത മാസങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 45 പുതിയ സ്റ്റോക്കുകൾ F&Oയിലേക്ക് വന്നിരുന്നു. ഈ 45 സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ്. നമ്മൾ മുമ്പ് F&O സെഗ്മെന്റിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്തുമ്പോഴുള്ള ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ F&Oയിലേക്ക് എൻട്രി വന്നിട്ടുള്ള 45 സ്റ്റോക്കുകളും അടുത്ത മാസങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗർ വരാനുണ്ട്. നാളെ മുതൽ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗർ വരും. ആ സെയിൽസ് ഫിഗർ വരുമ്പോഴാണ് ഫെസ്റ്റിവൽ സീസൺ എത്രത്തോളം ഓട്ടോമൊബൈൽ കമ്പനികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഒക്കെ നമുക്ക് അതാത് ഓട്ടോ കമ്പനികളിൽ നിന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൊതുവെ നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഒക്കെയാണ് മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ത്രെട്ട് തീർച്ചയായിട്ടും വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഒപ്പം SME IPO അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPO നല്ല IPOകൾ വരുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOകൾ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOകളൊക്കെയാണ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് ന്യൂസുകൾ. നമ്മളെ സംബന്ധിച്ച് ഇനി RBI
യുടെ ഡിസിഷൻ വരാനുണ്ട്. 6-ാം തീയതി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം. ആ ഡിസിഷൻ, ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ US ഫെഡിൻ്റെ ഡിസിഷൻ വരാനുണ്ട്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ RBI ഒരു ഡയലമേലെന്നാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം ഇൻഫ്ലേഷൻ കൂടുതലാണ്, അതേസമയം നമ്മുടെ GDP ഗ്രോത്ത് താഴെ വരികയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമല്ല. പക്ഷേ ഗവൺമെൻറ് ആർഗ്യൂ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്ന തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ RBI ഒരു പക്ഷേ 0.25% ഒക്കെ റേറ്റ് കട്ട് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അത് ഡിസംബർ 6-ാം തീയതിയാണ് നമുക്കറിയുള്ളൂ. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ അന്നാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RBI റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോർപ്പറേറ്റുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. പൊതുവേ അതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്ലോബൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ റഷ്യ-ഉക്രൈൻ ഇഷ്യൂ, ഒപ്പം ട്രംപിൻ്റെ പുതിയ ത്രെട്ടുകൾ, ഏതെല്ലാം ത്രെട്ടുകളൊക്കെയാണ് ട്രംപ് പുതുതായിട്ട് കൊണ്ടുവരുന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള ത്രെട്ടുകളൊക്കെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, ലോങ് ടേം വ്യൂ വെച്ച് പുലർത്തുക. ഒപ്പം 45 സ്റ്റോക്കുകൾ, F&Oക്ക് എൻ്റർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള Q2 റിസൾട്ടുകളിൽ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ ഒക്കെ നന്നായിരിക്കും. റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആഗ്രഹിക്കാത്ത ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ ധാരാളം പുതിയ ഫണ്ട് ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ഫണ്ടുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വന്നിട്ടുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. ഒപ്പം ETF-കളുണ്ട്. പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലാണെങ്കിൽ നിഫ്റ്റി ETF-ൽ നിഫ്റ്റി ബീസിൽ പോകാം. അതുപോലെ തന്നെ ഗോൾഡിൽ വാങ്ങണമെങ്കിൽ ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ETF ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനായിട്ട് മുന്നോട്ട് പോവുക, ഇതായിരിക്കും വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ച്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.